സംസ്ഥാനത്തിന്റെ വിവിധ ഇടങ്ങളിലുണ്ടായ കനത്ത കാറ്റിലും മഴയിലും വ്യാപക നഷ്ടം രേഖപ്പെടുത്തി. ചേർത്തല ചെങ്ങണ്ട വളവിൽ മാത്രം 25ലധികം വീടുകളുടെ മുകളിലാണ് മരം കടപുഴകി വീണത്. ഓഫീസുകളും കടകളും ഉൾപ്പെടെ നിരവധി സ്ഥാപനങ്ങളും ഭാഗികമായി തകർന്നിട്ടുണ്ട്. ശക്തമായ ഇടിമിന്നലിൽ വീടിന്റെ ഭിത്തിയും വൈദ്യുത മീറ്ററും തകർന്നു. ചെങ്ങന്നൂർ കാരക്കോടാണ് സംഭവം. കാരക്കോട് കക്കോട് മൂലപ്പുരയിൽ രാജേന്ദ്രന്റെ വീടിനാണ് മിന്നലേറ്റത്. വീടിന് മിന്നലേക്കുന്ന സമയത്ത് രാജേന്ദ്രനും കുടുംബവും കോട്ടയം മെഡിക്കൽ കോളേജിലായിരുന്നു. ഈ സമയം വീട്ടിലുണ്ടായിരുന്ന രാജേന്ദ്രന്റെ ബന്ധു പൊട്ടിത്തെറിയുടെ ശബ്ദം കേട്ടതോടെ പുറത്തേക്കൂടി രക്ഷപ്പെടുകയായിരുന്നു. കോഴിക്കോട് ഉള്ളിയേരിയിൽ കനത്ത കാറ്റിൽ മരം വീണ് കെട്ടിടത്തിന്റെ മേൽക്കൂര തകർന്നു. കെട്ടിടത്തിന്റെ മുൻവശത്തേക്ക് നീട്ടിക്കെട്ടിയ മേൽക്കൂര തകർന്ന് റോഡിലേക്ക് വീണതോടെ ഉള്ളിയേരി ടൗണിൽ ഗതാഗതം തടസ്സപ്പെട്ടു. കേരളത്തിൽ ഇടിമിന്നലോട് കൂടിയ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. മലപ്പുറം, വയനാട്, കോഴിക്കോട്, പാലക്കാട്, തൃശൂർ എന്നിവിടങ്ങളിൽ ഉരുൾപൊട്ടലിനും സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പുണ്ട്. ഏപ്രിൽ 19 സംസ്ഥാനത്തെ ചില സ്ഥലങ്ങളിൽ ഒറ്റപ്പെട്ട കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട്. മലപ്പുറം ജില്ലയിൽ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. പെട്ടെന്നുള്ള വെള്ളപ്പൊക്കം, ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ എന്നിവയുണ്ടാകാൻ സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. വെബ് ഡെസ്ക് കൈരളി ന്യൂസ്.